പോലീസുകാർക്ക് കള്ളക്കഥ എഴുതാൻ വളരെ എളുപ്പമാണ്. കാര്യം പോലീസുകാർക്ക് എന്ത് കഥ വേണമെങ്കിലും എഴുതി ഉണ്ടാക്കാം. ഇതിനെ പിന്നീട് ജസ്റ്റിഫൈ ചെയ്താൽ മതി. ഈ പറയുന്ന അൻസിബ എനിക്ക് എത്ര ഇഷ്ടമുള്ള കുട്ടി. ആ കുട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ മോളെ നിൽക്കണം, മോൾ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ. പക്ഷേ എനിക്കൊരു മെസ്സേജ് വന്നപ്പോഴാണെന്നറിയാമോ, വോയിസ് മെസ്സേജ്. ഇതെല്ലാം കഴിഞ്ഞ് പത്രത്തിലൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു എൻ്റെ വാട്സപ്പിൽ. എന്നെ പറ്റി ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോൾ. എനിക്ക് തോന്നുന്നില്ല സിറ്റി നീറ്റോനെ പോലെ ഈ ജിഹാദി പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടാണല്ലോ ആ കുട്ടി. ഞാൻ പറയാം, ആ പരാതിക്കാരി പറയുന്നുണ്ട് ജിഹാദി എന്ന സഹോദരി ചെയ്തു, അത് കഴിഞ്ഞിട്ട് രണ്ടുപേരെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായി. അവർ പറഞ്ഞ പരാതിയിൽ യാതൊരു കഴമ്പുമില്ല എന്ന് കൃത്യമായി ആരാ പറഞ്ഞത്? അമ്മക്കാരാരുമല്ലോ പറഞ്ഞത്, പോലീസുകാരല്ലേ പറഞ്ഞത്. അപ്പോഴും അമ്മയെ കുറ്റം പറയരുത്. സാക്ഷാൽ ലാലേട്ടൻ മോഹൻലാൽ ഏറ്റവും താഴ്മയായ സ്വരത്തിൽ വന്ന് മീഡിയക്കാരോട് പറയുകയാണ്, ഇന്നലെ വരെ നമ്മൾ ഒന്നായിരുന്നില്ലേ, ഇന്നെങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് അന്യരായി? സത്യം ഞങ്ങൾക്ക് കരയാൻ പോലും പറ്റൂല ആർട്ടിസ്റ്റുകൾക്ക്. സലീമേട്ടന്റെ കാറിലാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. ഈ കഴിഞ്ഞ റീസണിൽ ഞാൻ മുഖ്യമന്ത്രി കണ്ടിറങ്ങുമ്പോൾ അപ്പൊ ഞാൻ സലീമേട്ടോട് ചോദിച്ച ഒറ്റ വാക്കേ ഉള്ളൂ, സലീമേട്ട നിർത്തിയോന്നു. മോൻ ചന്തു ഉണ്ടായിരുന്നു അകത്ത്. അപ്പൊ സലീമേട്ട അപ്പൊ എന്നോട് ചോദിച്ച ഒരു വാക്കാണ്, എന്താണ് പ്രിയങ്ക അമ്മയിൽ നടക്കുന്നതെന്നാണ് അപ്പോഴും സലീമേട്ടൻ ചോദിച്ചത്. അങ്ങനെ പോയിട്ട് പിന്നെ കാണുന്നത് ഞാൻ മരിച്ചിട്ടാണ്. അവിടെ നിന്ന് കരഞ്ഞാൽ പറയുന്നത് വേറെ വാക്കുകളാണ്. എങ്ങനെ ഞങ്ങൾ അവിടെ പിടിച്ചു നിന്നു എനിക്കറിയില്ല. നമസ്കാരം രാഹുൽ കിഷോർ. നമസ്കാരം ഗണേഷ്. ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 15 മുതൽ KSRTCയിൽ ലേഡീസിന് ഫ്രീ ടിക്കറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ കാലത്ത്, അതായത് എല്ലാവരും തുല്യതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ കാലത്ത് ഇതുപോലൊരു സൗജന്യ യാത്ര ആവശ്യമുണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്ത്രീകൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുന്നതിനോടല്ല വിയോജിപ്പ്, പകരം പുരുഷനൊന്നും കിട്ടുന്നില്ല എന്നുള്ളതിനാണ്. അതായത് ഒരു 30 വയസ്സായ ജോലി ചെയ്യുന്ന സ്ത്രീ ഫ്രീ ആയി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 60 വയസ്സായ വൃദ്ധനായ വയ്യാത്തൊരു പുരുഷൻ കാശ് കൊടുത്തിട്ട് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് ലേഡായിട്ടോ ഫേസ്ഡ് ആയിട്ടോ കൊടുക്കണമെന്നും, രണ്ട്, പുരുഷന്മാർക്കും ഏതെങ്കിലും രീതിയിൽ, എല്ലാ പുരുഷന്മാർക്കും കൊടുക്കണ്ട, അറ്റ്ലീസ്റ്റ് 60 കഴിഞ്ഞവർക്ക്, 70 കഴിഞ്ഞവർക്ക്, വയ്യാത്തവർക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു ലേഡ് കൊടുക്കാമെങ്കിൽ നല്ലതായിരുന്നു. കോൺഗ്രസിന്റെ ഒരു പബ്ലിക് പോളിസി എന്ന രീതിയിലും ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള വലിയ നേതാക്കൾ അനൗൺസ് ചെയ്യുന്ന രീതിയിലുമാണ് നടപ്പാക്കുന്നത്. പക്ഷെ അവിടെ വിഷമം വൺ സൈഡഡ് മാത്രമായി പോകുന്നു. അവിടെയാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനോട് വിയോജിപ്പില്ല. നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ്, പോസിറ്റീവാണ്. എന്നാൽ പുരുഷന്മാർക്ക് ഒരു പരിഗണനയും കിട്ടുന്നില്ല. അപ്പം താങ്കൾ, ശ്രീ ഗണേശും ഞാനും ഇവിടുത്തെ ഈ മുറിയിലുള്ളവർക്കും നോക്കിയാൽ നിയമപരമായി നമ്മൾ അനാഥരാണ്. അതായത് അതെങ്ങനെയാണ് നിയമപരമായി അനാഥരാകുന്നത്? സിമ്പിൾ ഉദാഹരണം പറയാം. പോപ്പുലറായി അടുത്ത് വരുന്നത് നമ്മുടെ ഗണേശനും എനിക്കും എതിരെ ഒരു വ്യാജ പോക്സോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കേസ് കൊടുത്തു വന്നിരിക്കട്ടെ. ആദ്യം അറസ്റ്റും പിന്നീട് അന്വേഷണവും നടക്കുന്നത്. സാധാരണ ലോകത്ത് എല്ലായിടത്തും തിരിച്ചല്ലേ, ആദ്യം അന്വേഷണവും പിന്നീട് അറസ്റ്റും അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഏത് ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാലും അതിൽ താങ്കൾ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ വ്യാജ പരാതി പോക്സോ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിലേക്ക് മാത്രം ചൂണ്ടി കാര്യം? അങ്ങനെ ഒരു ഘട്ടം വന്നാൽ നമ്മുടെ ജീവിതം തീർന്നു. പെട്ടെന്നൊരു ഉദാഹരണം പറയാം. എന്തുകൊണ്ടാണ് വ്യാജ പരാതികളെ കുറിച്ച് പറയുന്നത്? താങ്കൾക്കോ എനിക്കോ അങ്ങനെ ഒരു വ്യാജ പരാതി വന്നാൽ നമ്മുടെ കരിയർ പോയി, ജീവിതം പോയി, ശമ്പളം പോയി, ലൈഫിൽ മുമ്പോട്ട് വെക്കാനുള്ള പോസിബിലിറ്റീസ് പോയി. അപ്പോൾ അങ്ങനെ ഒരു പരാതി വന്നാൽ ഒരുപാട് പേരുടെ ജീവിതം തീർന്നും തകർന്നും പോയി എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് അങ്ങേക്ക് ഓർമ്മയുള്ള 1-2 പേരുടെ കാര്യം പറയാം. ശ്രീ ഇതിഹാസ തുല്യനായ നമ്മളെ മോഹൻലാലിന്റെ മീശ വിരിക്കുന്ന സിനിമകളിലേക്ക് പരിചയപ്പെടുത്തിയ ആളാണ് ശ്രീ രഞ്ജിത്ത്. ശ്രീ രഞ്ജിത്തിനെതിരെ 3 പരാതികൾ വന്നു. ആദ്യത്തെ 2 പരാതിയും വ്യാജ പരാതികളാണെന്ന് കണ്ടെത്തി കോടതി തള്ളിക്കളഞ്ഞു. 3ാമത്തെ ഒരു പരാതി വന്നു. ശ്രീ രഞ്ജിത്ത് അതിനുശേഷം, അദ്ദേഹം പ്രായമായ വ്യക്തിയാണ്, മുതിർന്ന കലാകാരനാണ്. അദ്ദേഹം പിന്നീട് ഒരു സോഷ്യൽ സ്ഫിയർ നമ്മൾ കാണുന്നുണ്ടോ? എന്ത് പോട്ടെ, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഒരു വ്യാജ പരാതി വന്നു. ഇപ്പൊ അതിന്റെ ബേസിലാണ് പ്രതിച്ഛായ എന്ന നിവിൻ പോളിയുടെ മൂവി. എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾക്കും എനിക്കും ആ പരാതി വരുമ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത് അറിയുന്നത്. നമ്മൾ അറസ്റ്റിലാവും, ഒരാഴ്ച ജയിലിൽ കിടക്കും, 2 ആഴ്ച ജയിലിൽ കിടക്കും, നാട്ടുകാർക്ക് മുഴുവൻ പുച്ഛമായിരിക്കും, വീട്ടുകാർക്ക് പുച്ഛമായിരിക്കും. അതായത് ഇവനെന്തോ പെർവേർട്ടാണ് എന്ന രീതിയിലാകും. പിന്നീട് നമുക്ക് ജോലി കിട്ടില്ല, നമുക്ക് ശമ്പളമില്ല. അങ്ങനെ ഏതോ പെൺകുട്ടി കൊടുക്കുന്ന വ്യാജ പരാതിയിൽ ആണുങ്ങളുടെ ജീവിതം തീർന്നു. കണക്ക് വെച്ചൊരു കാര്യം പറയാം. ശ്രീ സിദ്ദിഖ് ഏറ്റവും മലയാളികൾക്ക് ഇഷ്ടമുള്ള നടന്മാരിൽ ഒരാളാണ്, അമ്മയുടെ തലപ്പത്തിരുന്ന നടനാണ്. ശരിയാണ്, ഞാൻ ഇന്റർപ്റ്റ് ചെയ്തോട്ടെ. ഇപ്പോൾ വ്യാജ പരാതി എന്ന് പറയുന്നത് ശരിയാണ്, വ്യാജ പരാതികൾ വരുന്നുണ്ട്, അതുമൂലം ജോലി പോകുന്നുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. ഇത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്, നടക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ
പോലീസിലേക്ക് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന പരാതികളിൽ ഭൂരിഭാഗവും വ്യാജ പരാതികളല്ല. നേരെ തിരിച്ച് കണക്ക് പറയാൻ 53.2% ഒരു വർഷത്തെ കണക്കാണ്. ഡൽഹി വുമൻസ് കമ്മീഷനോട് ബന്ധപ്പെട്ടൊരു കണക്ക് BBC കോട്ട് ചെയ്യുന്നുണ്ട്. 53.2% അല്ലെങ്കിൽ മോർ ദാൻ 50% പരാതി വ്യാജ പരാതികളായി വരുന്നതാണ്. ഇനിയും തിരിച്ചെടുക്കാം, 10% പരാതിയെങ്കിലും വ്യാജ പരാതി ആയിരിക്കുമല്ലോ. ഞാൻ കണക്ക് നോക്കിയപ്പോൾ എനിക്ക് 10 അതിലും താഴെയാണ് കണ്ടത്. അല്ല, അത് വെറുതെ പറയുന്നതാണ്. അത് ഒരു പ്രോസിക്യൂഷൻ കണക്ക് വെച്ചാണ് ഈ 6% എന്ന കണക്ക് പറയുന്നത്. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ എത്ര വ്യാജ പരാതികളുണ്ട്? പോട്ടെ, ഒരു പരാതി വ്യാജ പരാതി ഉണ്ടല്ലോ 100-ൽ, സംശയമില്ലല്ലോ. അപ്പൊ അയാളുടെ ജീവിതത്തിന് നമ്മുടെ നിയമ സംവിധാനത്തിൽ ഉത്തരവാദിത്വം ഇല്ലേ? അയാളുടെ ജീവിതം തറന്നു പോയിക്കോട്ടെ എന്നാണോ? നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ബേസിസ് സിനിമകളിലൊക്കെ നായന്മാരും കോടതിയൊക്കെ നെടുന്തൂണായിട്ടൊരു ഡയലോഗ് പറയും, 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന്. അപ്പൊ ഈ ശിക്ഷിക്കപ്പെടുന്ന നിരപരാധിയോ ഒരു തെറ്റും ചെയ്യാത്ത ഇവരുടെ ഗതിയോ? ഇപ്പൊ ഉദാഹരണം പറയാം, എൽദോസ് കുന്നപ്പള്ളി നമ്മുടെ മെൻസ് കമ്മീഷൻ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത വ്യക്തിയാണ്. എൽദോസ് കുന്നപ്പള്ളി ഇത്തവണ കോടതി വിധി വരാൻ ഒരു 3 ആഴ്ച വൈകി, ഇല്ലെങ്കിൽ എൽദോസ് MLA ആയിട്ട് നിയമസഭയിൽ ഇരിക്കുമായിരുന്നു. എൽദോസിന് എത്ര വർഷത്തെ വേട്ടയാടലാണ് ഉണ്ടാകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഞാൻ പറഞ്ഞ അതേ നിലപാടുകളിലേക്കാണ് അവസാനം കോടതി എത്തിച്ചേർന്നത്. ആ കേസ് വന്നില്ലായിരുന്നെങ്കിൽ രാഹുൽ ഇന്ന് MLA യും മന്ത്രിയുമാണ്. ഇനി രാഹുലിന് തിരിച്ചു വരാൻ കോൺഗ്രസിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പരാതികളെല്ലാം തന്നെ വ്യാജ പരാതികളാണ്. ഞാൻ പറയുന്നത് കോടതി പറയുന്ന മൂന്ന് പരാതിയുടെ കാര്യം പറയാം. 3 പേരിൽ ആദ്യത്തെ ഒന്നാൾക്കും 3ാമത്തെ ആൾക്കും രാഹുലിനോട് ബന്ധമുണ്ടായിരുന്നു. ഈ 3ാമത്തെ കുട്ടി റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്ന കുട്ടി റേപ്പ് ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും പുരുഷന് റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ 10,000 രൂപ വിഷു കൈനീട്ട് വയ്ക്കൂ. അത് എന്ത് തരം റേപ്പാണ്? രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സ്ത്രീ 10,000 രൂപ വിഷു കൈനീട്ടമായിട്ട് അയച്ചു. അതിന്റെ റെക്കോർഡ്സ് ആര് വിട്ടു? അവരും അവരുടെ സുഹൃത്തുക്കളും തന്നെ വെട്ടി വിട്ടു. റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ റേപ്പ് ചെയ്ത പുരുഷന് 10,000 രൂപ വിഷു കൈനീട്ടമായിട്ട് അയച്ചു കൊടുക്കൂ. ഇനി 2, ഇടയ്ക്ക് ആദ്യത്തെ പെൺകുട്ടിയുടെ കാര്യത്തിൽ പല ബന്ധങ്ങളും ഞങ്ങൾ തമ്മിൽ ഉണ്ടായി, പക്ഷെ അതിനിടയ്ക്ക് ഒരു ബന്ധത്തിൽ പീഡനമായിരുന്നു. അതെന്ത് തരം പീഡനമാണ്? കള്ളത്തരം പറയുന്നതിന്റെ എക്സ്റ്റെന്റ് ആലോചിച്ച് നോക്കണം. അതായത് പലതവണ ബന്ധപ്പെട്ടു, അതിന്റെ ഇടയ്ക്ക് ഒരു തവണ പീഡനമായിരുന്നു. ശരി, മനസ്സിലായി. താങ്കൾ ഇത് പല ഇന്റർവ്യൂസിലായിട്ട് അറിയോ, ഇത് നമുക്ക് വരുമ്പോ നമ്മൾ പെട്ടു. ആ പ്രതിച്ഛായ സിനിമ ഉണ്ടോന്ന് അറിയില്ല. ആ പ്രതിച്ഛായ സിനിമയിൽ യഥാർത്ഥത്തിൽ ആ വേദന ഒരു ലെഫ്റ്റ് ലിബറലായ ശ്രീ ഉണ്ണികൃഷ്ണൻ കാണിക്കുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ശ്രീ ഉണ്ണികൃഷ്ണൻ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും ലെഫ്റ്റ് ലിബറലുമാണ്. നമ്മുടെ ലൈഫ് ആരുടെയെങ്കിലും കള്ളപ്പരാതി തീരുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതം ഇപ്പൊ ശ്രീ സിദ്ദിഖ് സാറിന്റെ കണക്ക്, ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിച്ചു, കാശിന്റെ കാര്യം ചോദിച്ചില്ല. 30 ലക്ഷമോ 40 ലക്ഷമോ ഞാൻ ചോദിച്ചത്. ഞാൻ ഒരു കാര്യം ശ്രീ ഗണേഷ് തിരിച്ചാലോചിച്ച് നോക്കി, ഈ 30 ലക്ഷം നമുക്കാ പോയെങ്കിലോ? ഈ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ്. ആരാന്റെ കേസിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് സംവാദ രൂപേണ അതിനെക്കുറിച്ച് നമുക്ക് പരിചിന്തിക്കാമെന്നൊക്കെ പറയാം. സ്വന്തം കയ്യിൽ നിന്നാണ് 30 ലക്ഷം രൂപ പോയെങ്കിലോ? അത് ശരി, ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ളതാണ്, പല ഇന്റർവ്യൂസിൽ താങ്കൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC-യിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനോട് വിരോധമല്ല, പക്ഷെ എന്തെങ്കിലും പുരുഷന്മാർക്കും കൊടുക്കണ്ടേ? എന്താ പുരുഷന്മാരുടെ ടാക്സും കൂടെ കിട്ടിയല്ലേ ഈ ഗവൺമെന്റ് വന്നത്? അടുത്തത് അമ്മയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ആണ്. അല്ല, ഈ ബസ്സിന്റെ കാര്യം ഞാൻ കേട്ടതാ. ഞാനൊരു സ്ത്രീയാണല്ലോ, അപ്പൊ അത് എനിക്കൊന്ന് പറയാനുള്ള അധികാരമുണ്ട്. ഞാൻ പറയും. അതെന്താ അങ്ങനെ? ഞാൻ ചോദിച്ചു, ഞാൻ എപ്പോഴും പുരുഷന്മാരുടെ ഒപ്പൊക്കെ തന്നെയാണ്. എല്ലാം ശരി തന്നെ, സ്ത്രീകൾക്ക് ഇപ്പൊ ബസ് കിട്ടി, അതൊക്കെ നല്ല കാര്യം. പക്ഷെ എന്റെ അഭിപ്രായത്തില് ബസ് സ്ത്രീകൾക്ക് കിട്ടി, പക്ഷെ അതിന്റെ നഷ്ടങ്ങൾ നമ്മുടെ ഗവൺമെന്റ് വരും, അതൊക്കെ മുഖ്യമന്ത്രി നോക്കിക്കോളും. എന്നിരുന്നപ്പോൾ എൻ്റെ ചെറിയൊരു അഭിപ്രായമാണ്, എപ്പോഴും എൻ്റെ നിലപാട് ഞാൻ പറയാറുണ്ട്. ഈ ബസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ബസ്, ലേഡീസ് ബസ് എന്ന് പറഞ്ഞിറക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളെ വരുമാനമാണ് ഇല്ലാതെ ആവുന്നത് ബസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് എന്തിനാണ് ഈ വേർതിരിവ്? ഈ പുരുഷന്മാർക്ക് എന്താ ബസ് പാടില്ലേ? അവരെന്താ കോടീശ്വരന്മാർ? അവരെല്ലാവരും അവർക്കെന്താ ബസ്? അതുപോലെ ഒരു ബസ് പുരുഷന്മാർക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? എൻ്റെ ചോദ്യം അതാ. ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ആളല്ല. എപ്പോഴും പറയും ഞാൻ പുരുഷന്റെ കൂടെ നിൽക്കുന്നു, ഞാൻ പുരുഷനെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യണേ. ഈ പുരുഷന്റെ ഭാര്യയാണല്ലോ ഈ ബസ് കയറി പോണത്, പുരുഷന്റെ അമ്മയല്ലേ ബസ് കയറി പോണത്. അപ്പൊ ഈ പുരുഷന്റെ അച്ഛനും പുരുഷനും ഒന്നും ബസ് കയറണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? തീരുമാനമെടുത്ത് പൊതുവെ സ്ത്രീകളാണ് മുന്നിൽ. എപ്പോഴും ഞങ്ങൾ അതാണ് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് കയറുമ്പോൾ ബസ്സിൽ അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, തോണ്ടുന്നു, പിടിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പുരുഷന്മാർ ഇതൊന്നും പുരുഷന്മാർ പറയുന്നുണ്ടോ? എന്നെ വന്ന് സ്ത്രീ മുട്ടി, അത് അവർക്ക് ബുദ്ധിമുട്ടാണ്, കയറാൻ സീറ്റില്ല എന്ന് പുരുഷന്മാർ അവകാശപ്പെടുന്നില്ല. പക്ഷെ നമ്മളത് അറിഞ്ഞ് ചെയ്യുക. നാളെ ആണെങ്കിലും പുരുഷന്മാർ പുറത്തു നിന്നോട്ടേന്നോ? ഇപ്പം ഞാൻ പറയട്ടെ, നമുക്ക് കിട്ടുന്ന ഈ ബസ്സുകൾ വളരെ പരിമിതിയുള്ള ബസ്സുകളാണ് ഉള്ളത്. ഈ ബസ്സിലെല്ലാം സ്ത്രീകൾ ഫ്രീ ആയിട്ട് കയറുമ്പോൾ ഇഷ്ടം പോലെ യാത്രക്കാരായി, സ്ത്രീകൾ മാത്രം ബസ് ഷോർട്ടേജ് ആവും. അപ്പൊ ഈ പുരുഷന്മാരൊക്കെ റോട്ടി ഇറങ്ങി നിൽക്കണം എന്നാണോ പറയണത്? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ എന്തായാലും സാധ്യതയില്ല. പറയുന്നതിന്റെ ഒരു സ്പിരിറ്റ് എന്താ അറിയാം? ശരിയായിട്ട് തോന്നുന്നില്ല. അല്ല, അങ്ങനെയല്ല. പുരുഷ കോസുകൾക്ക് വേണ്ടി സപ്പോർട്ട് എടുക്കുന്നതാണ്. എന്തെന്ന് പറഞ്ഞ ഒരു സെൻസ് ഓഫ് ബാലൻസ്, ഒരു സന്തുലനം കാര്യങ്ങൾക്ക് വേണം. അതായത് കൃത്യം കണക്ക് പറഞ്ഞ ഏകദേശം 80 കോടിയോളം
കോടിയോളം രൂപയാണ് ഒരു വർഷം സർക്കാരിന് എക്സ്ട്രാ ആകുന്നതെന്നൊക്കെ ഉള്ള കണക്കുകളും മറ്റും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അതിനപ്പുറമുള്ള മാസങ്ങളിലാണ് ഈ കണക്ക് വരുന്നത്. അങ്ങനെ ഒരുപാട് ഒരു വർഷം കണക്ക് വരുന്നുണ്ട്. അപ്പം പുരുഷന്മാർക്കും കൂടി എന്തെങ്കിലും വേണം. ഒരു പബ്ലിക് പോളിസി ആകുമ്പോൾ പുരുഷന്മാരോട് ചിറ്റമ്മ നയം പാടില്ല എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ആലങ്കാരികമായിട്ടാണ് പറയുന്നത്, സ്ത്രീകൾക്കാണ് സീറ്റുകൾക്കടക്കം മുൻഗണന വരുന്നത്, പുരുഷന്മാർ നിൽക്കേണ്ടി വരും. അപ്പം അത് പറയുന്നതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ പുരുഷൻ ഒരു അല്ല, ഞാൻ ഇപ്പൊ രാഹുൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു നന്നായിട്ട് ഞാനൊരു സാധാരണ സ്ത്രീയായിട്ടുള്ള കണ്ടു പറയാണ്. ഞാൻ എപ്പോഴും പറയും, പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. സത്യമായിട്ടും അങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യണതല്ല, തുല്യത വേണ്ടേ? ഞാൻ അതിനാണ് വാദിക്കുന്നത്. അപ്പൊ സ്ത്രീക്ക് കൊടുത്ത പോലെ എന്താ പുരുഷന്മാർ റോട്ടിൽ നിന്നോളൂ, അവർക്കും ബുദ്ധിമുട്ടില്ലേ? അത് പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ, നമുക്ക് ആരെയും തിരുത്തി കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഞാൻ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുക. ഇന്ന് ഞാൻ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നുണ്ട്, അത് സ്ത്രീകൾക്ക് വേണ്ടി തന്നെ. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ തന്നെ എല്ലായിടത്തും നോക്കി എത്ര പേര് പുരുഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എന്താ പുരുഷന്മാരെ എല്ലാവരും ചീത്തയാണോ? എത്ര പേര് നല്ല ആൾക്കാർ? ഞാൻ പറയട്ടെ, ഒരു മാവേലി ഒരു മാങ്ങയുടെ മൊത്തം പുരുഷന്മാർ ചീത്തയെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവർക്കും കൂടി വേണ്ടി ബസ് വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുള്ളൂ, എന്തിനാണ് ഈ ബസ് സ്ത്രീകൾക്ക് മാത്രം കൊടുക്കാതെ പുരുഷന്മാർക്കും കൂടി അങ്ങനെ കൊടുക്കണം? അത് ഞാൻ പറയുന്നത് രാഹുലിനെ പോലുള്ളവർ അഭ്യർത്ഥിക്കണം. കാരണം പുരുഷന്റെ അച്ഛൻ പ്രായ അയാൾ റോട്ടിൽ നിന്നോളൂ, അയാൾ പുരുഷനാന്ന് വെച്ച് മാറ്റിയെടുക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചോ. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ബസ്സിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം കൂടെ എൻ്റെ ഉണ്ട്. കുട്ടികൾക്ക് ഒരു ബസ് കൊടുക്കുക. അങ്ങനെയാണ് കൊച്ചുങ്ങൾക്കല്ലേ കൊടുക്കേണ്ടത്? അവരെന്ത് കഷ്ടപ്പെട്ടാണ് ഒരു ബസ്സിൽ കയറി, സ്ത്രീ കുട്ടികളാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും കുത്തിക്കയറി ഓട്ടോറിക്ഷയിലാണെങ്കിലും ഒക്കെ പോകുന്നില്ലേ, യാത്ര ചെയ്യുന്നില്ലേ? അപ്പോൾ വിദ്യാർത്ഥികൾക്കല്ലേ ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾ സുരക്ഷിതമായിട്ട് പോകണ്ടേ? അതാ ഞാൻ പറഞ്ഞ, അങ്ങനെ അല്ല, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാലം വരും. ഇതിപ്പോ ഒരു സ്ത്രീക്ക് മാത്രം മതിയോ? സംവരണം സ്ത്രീക്ക് മാത്രം സേഫ് നോക്കിയാൽ മതിയോ? അതിന്റെ ഒരു പെട്ടെന്ന് കൺവിൻസ് ആകുന്ന ഒരു പോയിന്റ് പറയാം. അതായത് സമീപനത്തിലും നയത്തിലും എന്ത് അപ്രോച്ച് നമ്മൾ എടുക്കണം, അതാണല്ലോ. ഇപ്പൊ ഉദാഹരണം ദീപകിന്റെയും ഷിംജിതയുടെയും കേസിൽ ദീപകിന്റെ ഭാഗത്താണ് ന്യായം, നമുക്ക് ഇന്നെല്ലാം തിരിച്ചറിയുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് അങ്ങയുടെ ഓർമ്മയിലേക്ക് ഒരു കാര്യം ചോദിക്കാം. ദീപകിന്റെ എന്തെങ്കിലും ഒരു ആക്രമണത്തിൽ ഇതേപോലെ ഷിംജിത അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ, ഒരിക്കലും പാടില്ല, ചെയ്തിരുന്നുവെങ്കിൽ ഈ നാട്ടിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം എല്ലാവരും ആ വീട്ടിൽ പോവുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. തിരിച്ച് ഒരു ദീപക്കാണ് ആത്മഹത്യ ചെയ്തത്, അപ്പം ഏതെങ്കിലും പ്രമുഖനായ ഒരു നേതാവ് വെറുതെ വീട്ടിലിരുന്ന് ഫേസ്ബുക്കിലെങ്കിലും കുറിച്ചോ? ശ്രദ്ധിച്ചോ, എന്നെ പോലെയുള്ള ഞാൻ ഇതൊക്കെ നോക്കുന്ന ആളാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാനൊരു സാധാരണ, ഞാൻ ഭയങ്കര നായികയായിട്ട് വന്ന ആളൊന്നുമല്ല. ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ്, സാധാരണ സ്ത്രീ. എൻ്റെ ഒരു വോയിസ് അതിനകത്ത് കിടപ്പുണ്ട്. അവരുടെ അമ്മയ്ക്കും ദീപക്കിനൊക്കെ എത്ര സ്ത്രീകൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സ്ത്രീക്കാ സംഭവിച്ചെങ്കിൽ എന്താവുമായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ നമ്മൾ വേർതിരിവില്ലാതെ തുല്യതയായിട്ട് പോകണമെന്നാണ് പറയണത്. അടുത്ത വിഷയത്തിലേക്ക് വരാം. അമ്മ ആർട്ടിസ്റ്റ് സംഘടനയാണ്. ഇപ്പോ ഒരു തരത്തിലും ഒറ്റ കാര്യം, അവിടെ പോലും അമ്മയെന്നാണ് പേര്, അച്ഛനല്ല. കാര്യം എന്തുകൊണ്ടാ മാതൃത്വത്തെ ബഹുമാനിച്ച് ആ സംഘടന പോലും ഒരു സ്ത്രീപക്ഷ സംഘടനയാണ് അമ്മയെന്നാണ് വിളിക്കുന്നത്. അച്ഛൻ നല്ല പേര് നിങ്ങൾ കണ്ടെത്തിയതാ, ഞങ്ങൾ പറയില്ല. ഞങ്ങളെ സംബന്ധിച്ച അമ്മ തന്നെയാ. അമ്മ ആദ്യം പേരിട്ടതിന് ശേഷം ഇനി ഒരു ഫുൾ ഫോം വേണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴും ആദ്യമേ പേരാണ് ഇപ്പോഴും ഞങ്ങൾ അമ്മ തന്നെ പേരായിട്ടില്ല. അല്ലാതെ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നുള്ള പിന്നീട് കുത്ത് ഞങ്ങൾ ചേർത്തിട്ടില്ല, ഇനി ചേർക്കൂല്ല. ഓക്കെ, ശരി. അമ്മ എന്ന പേരുള്ള ഒരു സംഘടനയിൽ എനിക്ക് തോന്നുന്നു ഞാനൊന്ന് വലുതായതിനു ശേഷം എന്നും അതിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ റീസെന്റ് അമ്മയിൽ ഒരു അംഗത്തിനൊരു വലിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പോഴും അവിടെ വളരെ വൺ സൈഡർ ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിരുന്നത്. ആ കുട്ടി വന്ന പരാതി കേൾക്കാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അത് ഇവിടെ വെച്ച് ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല, അത് ഇവിടെ തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലാണ് വന്നത്. എന്തുകൊണ്ടാണ് അതിൽ ഇത്രയും വലിയ നിലയിലുള്ള ആളുകളുള്ള ഒരു സംഘടനയിൽ ഇതുപോലൊരു കാര്യത്തിന് ഇത്ര ഒരു വൺ സൈഡർ ആയിട്ടൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പ്രിയങ്കാജിയാണ് പറയാൻ ആദ്യം അർഹ. അതിനുശേഷം ഒരു ഇത് നമ്മളെ അമ്മയെ കുറിച്ച് ഇനി പുറത്ത് ഞങ്ങൾ സംസാരിച്ച് മാധ്യമങ്ങളിൽ കൂടെ അമ്മയെ വീണ്ടും ഇതാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. ഈ സംഘടനയിലെ പ്രശ്നങ്ങൾ പുറത്തറിയാൻ കാരണം എന്താണ്? ഞങ്ങൾ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളായതുകൊണ്ടാണ് ഓരോരുത്തർ പറയുമ്പോൾ പുറത്തത്ര അറിയുന്നത്. ഒരുപാട് സംഘടന കേരളത്തിലുണ്ട്. ഇവിടെ പല പ്രശ്നങ്ങൾ നടക്കുന്നു. ഇതൊന്നും ആരും ഹൈലൈറ്റ് ചെയ്യാറില്ല. മാർക്കറ്റ് കിട്ടുന്നത് അമ്മ എന്ന് പറഞ്ഞ അംഗങ്ങളുടെ വാല്യൂം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് മാർക്കറ്റിലേക്ക് പോകുന്നതും ഇത് കുറച്ച് എക്സ്പ്രസ് ചെയ്യണതും. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അത് ഇനിയും കീറി മുറിച്ച് ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജനറൽ ബോഡി വരുന്ന സമയത്ത് അതിൽ
പത്മശ്രീ കിട്ടിയ മുതൽ ഒരുപാട് ബഹുമാനിക്കുന്ന ആൾക്കാർ അവിടെയുണ്ട്. അവരുടെ മുഖത്തും ആൾക്കാരുടെ സംസാരം കേട്ട് കുനിയേണ്ട ഒരു അവസ്ഥ നമ്മളമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയെ കുറിച്ച് ഒരു വെളിയിൽ നിൽക്കുന്ന ഒരു ഒബ്സർവേറ്റർ കാര്യം പറയട്ടെ. ഏകദേശം 110 പേർക്ക് 5000 രൂപ വെച്ച് കൈനീട്ടം കൊടുക്കുകയും ഇന്ത്യയിൽ അമ്മ മാത്രമല്ല, മാ ഉണ്ട്, മറ്റേ സീറ്റ ഉണ്ട്, നടികർ സംഘമുണ്ട്, വേറെ ആർക്കെങ്കിലും 2020 പോലൊരു കാര്യം ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരുപാട് പോസിറ്റീവുകളുണ്ട്. അപ്പോ നമ്മുടെ വീട്ടിലെ എതിരഭിപ്രായങ്ങൾ നമ്മുടെ വീട്ടിലെ ഒന്നും വേണ്ട, ഇത് 5 പേരിലാണ്. 5 പേരിലും ഒരുപോലെ ഇരിക്കില്ല. ഒരു സംഘടനയ്ക്കകത്ത് എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, ഉണ്ടായിട്ടുമുണ്ട്. ഇതുപോലെ എല്ലാവരും നല്ല നല്ല ആൾക്കാർ ഇരുന്നും ഭരിച്ചിട്ടുണ്ട്. അവിടെ പ്രശ്നങ്ങൾ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്, അത് സോൾവ് ചെയ്തിട്ടുണ്ട്. എപ്പോ അമ്മയ്ക്കകത്ത് വെച്ച് അത് ഞാൻ രണ്ടും കൽപ്പിച്ച് അമ്മയിൽ പുറത്തിറങ്ങി വന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ മാധ്യമങ്ങളോട് അമ്മയെ കുറിച്ച് വളരെ ഇതായിട്ട് അവിടെ നടക്കുന്നില്ല, ഇത് അത് പുറത്തല്ലല്ലോ പറയേണ്ടത്. ഇനി ഒരാൾ സംസാരിച്ച് കേട്ടില്ല, എന്ത് അത് ആര് പറഞ്ഞു മോശമായിട്ടൊന്നും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അത് ജിഹാദി എന്ന സഹോദരി ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരെ മതം മാറ്റാൻ ശ്രമിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ ഈ ഒരു സംഭവത്തില് ഒരു തെളിവില്ലാത്ത അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം തെളിവുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോ ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു, ഇന്നാൾ കേട്ടു, എന്താ പോലീസ് എടുക്കാത്തത്? കോടതി എടുക്കട്ടെ. ഞാൻ പറഞ്ഞ പോലീസ് കഴിഞ്ഞ നിയമമുണ്ട് ഇവിടെ, കോടതി എടുത്തോട്ടെ. എതിർ പറയുന്ന വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം തന്നെ ഞാൻ പറയാ. ഞങ്ങൾ ആ പരാതിക്കാരുടെ കൂടെ നിൽക്കും. രണ്ടുപേര് നിൽക്കുന്നു, പ്രശ്നം ഉണ്ടാകുന്നു, അവിടെ ഉള്ള ഒരാളോട് പറയുന്നു, അയാൾക്ക് ഇപ്പോ ഞങ്ങൾ തമ്മിലാണ് പ്രശ്നം, ചേച്ചിയോട് പറയാണ് നമ്മളൊരു സംഘടനയുടെ ഭാഗമാണ്, എന്ത് ചെയ്യുമായിരിക്കും? അല്ല, അതാ ഞാൻ പറഞ്ഞേ, എന്റെ ഞാനാണ് ആള്, ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്, എനിക്ക് അതിന് സൊല്യൂഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ജനറൽ ബോഡി വരെ വെയിറ്റ് ചെയ്യണം. അതും കൂടുതൽ 1 കൊല്ലവും ഇല്ല, വെറും 1 മാസം. ഈ ഇത്ര ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഞങ്ങളെല്ലാവരും ഈ പറയുന്ന ആളുടെ അനിയന്റെ കല്യാണത്തിനെല്ലാം പങ്കെടുക്കാനും എല്ലാ കാര്യങ്ങളും അമ്മയുടെ ആർട്ടിസ്റ്റുകളും ഈ പറയുന്ന ശ്വേതാ മേനോൻ പ്രസിഡന്റ് കൂടെ പോയിട്ടുണ്ട്. ഇത്രയും നിൽക്കാനും അതെന്താ ചെയ്യാൻ ആരോടാ പറയേണ്ടത്? ജനറൽ ബോഡിയിൽ സംസാരിക്കുന്നല്ലേ പറയാൻ പറ്റൂ. അത് എനിക്ക് തോന്നേണ്ടതല്ലേ? എന്റെ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഞാനാണ് നോക്കേണ്ടത്, നശിപ്പിക്കാണ്ട് നോക്കേണ്ടത് എന്റെ കടമയാണ്. ഒരു സ്ഥാനത്തിരുന്ന വ്യക്തി കൂടിയാണ്, ഒരു പ്രധാനപ്പെട്ട ഇപ്പോഴും ആ പ്രധാന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് പറയുന്നത് ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. ശരി, അതിനാണ് ജനറൽ ബോഡി. അന്നേരം അത് അയാളോട് പറയാറുന്നല്ലോ, ആരോട് പറയണം? നമുക്കിത് ജനറൽ ബോഡിയിൽ സംസാരിക്കാം. എന്നിട്ട് അതല്ലേ ഒരു നേതൃത്വത്തിൽ അത് പറഞ്ഞിട്ടില്ലെന്ന് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടാവാം. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇപ്പം ആ കുട്ടി ഇങ്ങനെ ഒരു സംഭവം കേട്ട് ഞാനാണെങ്കിലും വിഷമിക്കും. ഞാൻ എന്റെ സ്ഥാനത്തായിരുന്നു ഞാൻ ഇങ്ങനെയല്ല ചെയ്യുക. ഞാൻ നമ്മുടെ അമ്മയ്ക്കകത്തുള്ള സംഭവം അമ്മയ്ക്കകത്ത് തീർക്കാനും ഞാൻ ശ്രമിക്കും. അങ്ങനെയല്ലേ ഒരു സംഘടനയുടെ സംഘടന, ഒരു സംഘടനയുടെ ചട്ടക്കൂടും ഫ്രെയിംവർക്കും എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒരുപക്ഷെ ആ പെൺകുട്ടി പോലും ഉദ്ദേശിക്കാത്ത രീതിയിൽ മീഡിയകൾ ഇതിനെ വളർത്തിയതായിരിക്കാം. കാര്യം മീഡിയക്ക് ഇത് നോക്കുമ്പോൾ ഒരു ന്യൂസ് മാത്രമാണ്. മീഡിയക്ക് അപ്പം നമ്മളാണെങ്കിലും ഞാനൊരു ന്യൂസ് ചാനലിന്റെ എഡിറ്റർ ആണെങ്കിൽ അമ്മയുടെ വിഷയമുണ്ട്, എന്നാൽ ഇന്ന് അത് തന്നെ ചർച്ച, വേറെ ഒന്നും വേണ്ട, സീരിയസ് വിഷയങ്ങളൊന്നും വേണ്ട, ബഡ്ജറ്റ് ഒക്കെ മാറ്റി വെച്ചോ, അമ്മ എന്നും ചർച്ച. എനിക്ക് വന്ന ഫോൺ കോൾസ്, ആ ഒരു ദിവസം വന്ന ഫോൺ കോൾസ് എത്രയാണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഒരെണ്ണത്തിലധികം റിപ്ലൈ കൊടുക്കാൻ പോയില്ലോ. ഞാൻ ഏതെങ്കിലും ന്യൂസ് ചാനലിൽ വന്നിരിക്കണം കണ്ടോ? എനിക്ക് അമ്മയെക്കുറിച്ച് പറയാനില്ല. ഇപ്പം പറയണ എന്താണ്? ഇപ്പം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്, വ്യക്തത. ഇപ്പോഴും ഞാൻ എന്താ പറഞ്ഞത്? തെളിവുണ്ടെങ്കിൽ ഈ പറയുന്ന അൻസിബ എൻ്റെ അനീതിയാ, കോടതി പോയി തെളിവുണ്ടെങ്കിൽ ഇത് കുറ്റക്കാരൻ തന്നെ. നമ്മളാരും പറഞ്ഞിട്ടില്ല അയ്യോ ഇയാൾ അങ്ങനെ ചെയ്യേ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തെളിവ് വേണമെന്ന് ഞാൻ ചില കാര്യങ്ങളിൽ ഇപ്പൊ ഉദാഹരണം ഒരു പ്രയോഗം ഉണ്ടായി, സാമൂഹിക വിപത്താണ് എന്നൊക്കെ. അതൊക്കെ ഭയങ്കര എക്സ്ട്രീം. ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുക, സാമൂഹ്യ വിപത്താണെന്ന് പറഞ്ഞ ഒരു റേറ്റപ്പ് ഞാൻ കണ്ടു. ആ കുട്ടി പറഞ്ഞതെന്ന് തെളിവ് എനിക്കറിയില്ല. ഇത് നേരെ തിരിച്ച് ഇദ്ദേഹമാണ് പറഞ്ഞിരുന്നെങ്കിൽ ആ പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താവുമായിരുന്നു? പരാതി കൊടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അറസ്റ്റ് ചെയ്യില്ലേ? അപ്പം ആണിനെ അങ്ങനെ കരിവാരി തേക്കാനും മോശമാക്കാനും ഒക്കെ ഞാനാ പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ശ്രീ ടിനി ടോമിനെ പോലെ ഈ ജിഹാദി പോലുള്ള കാര്യം. ഇത്രയും നാളും ടിനിയെ കുറിച്ച് കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയാസ് മുഴുവൻ അവരുടെ കുടുംബം അടക്കരുന്ന് വിഷമിക്കുക. അവർക്കുണ്ട് കുടുംബം, എന്ത് ചെയ്തോ ഇല്ലേ എന്നുള്ള ഇപ്പോഴും തെളിവായിട്ടില്ല. അവരനുഭവിക്കുന്ന വേദന. അപ്പൊ പുരുഷന്മാരുടെ കൂടെ നിന്നു പറയുന്നത് തെറ്റല്ലേ? അവരുടെ ഭാര്യയുടെ കൂടെ ഞാൻ നിൽക്കുന്നത്, ഞാനൊരു ഭാര്യയല്ലേ?
ഇപ്പൊ ഇനി ഒരു കാര്യം കൂടി, ഒരു പോളിസി വൈസ് ഇനിയും അൻസിബയ്ക്ക് ഒരു തർക്കം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം 75 ലക്ഷം രൂപ നമ്മുടെ മറ്റേ അമ്പലത്തിന്റെ അവിടെ നിന്ന് മേടിച്ചു. അപ്പൊ എനിക്കറിയില്ല, പല പ്രധാന ചാനലൊക്കെ മറ്റൊരു മതസ്ഥാപനം അങ്ങനെ ഒരു ഇതുമായി വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. എന്റെ അഭിപ്രായത്തിൽ അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും മേടിക്കണം, സന്തോഷമല്ലേ ഉള്ളൂ. സന്തോഷം. ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും നാളെ ബുദ്ധിസ്റ്റുകൾ നിന്നാലും കലയ്ക്ക് അങ്ങനെ കല ജാതി മതത്തിനും അമ്പലത്തിന്റെ പ്രൊമോഷൻ അല്ല, ആയിക്കോട്ടെ. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അമ്പലത്തുകാരനെ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നു, ഇവിടെ അമ്പലത്തിൽ വന്ന് പ്രോഗ്രാം ചെയ്തു പോയത് ആ ഒരു ശ്വേതാ മേനോൻ. അവർ ചോദിക്കുക, ഞാൻ പ്രസിഡന്റാണ്, ഞങ്ങളുടെ സംഘടന ലേഡീസ് ആണ് കൊണ്ടുവന്നത്, ഞങ്ങൾക്കൊരു സ്പോൺസർഷിപ്പ് തരണം, ഇത്ര രൂപയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, ശരി, താരസംഘടനയാണ്, ശ്വേതാ മേനോന്റെ സംഘടനയല്ല അത്, അതിനകത്ത് ഇരിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടിയടക്കം പ്രഗത്ഭരാണ്. അദ്ദേഹം നോക്കിയപ്പോ എന്താ അദ്ദേഹത്തിന്റെ, എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്, ദൈവ സഹായം പോലെ ഉള്ള ന്യൂസാലും മുഴുവൻ ശിവന്റെ അമ്പലം എന്നല്ല എഴുതി കാണിച്ച വേണ്ടല്ല. അന്ന് 75 കൊടുത്തതിന് 75 കോടി രൂപയുടെ പരസ്യം കൂടുതൽ പോയി കഴിഞ്ഞു. അല്ല, ഞാൻ പറയാം ഇനി വേറൊരു കാര്യം കൂടെ. അമ്മ അസോസിയേഷനിൽ ഈ ജാതിപരമായ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ കൊണ്ടുവരുന്ന ഫുഡ് തരുന്നത് ഒരു ക്രിസ്ത്യന്റെ കാറ്ററിംഗ് എന്നാ. കഴിക്കുന്നില്ലേ? എന്താ കണക്ക് പറയാത്തത്? എന്താ പറയുന്നുണ്ട്? ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ആൾക്കാർ സന്തോഷത്തോടെ സ്വീകരിക്കില്ലേ? ഇതെല്ലാ കലാഭവന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരെല്ലാം അദ്ദേഹത്തെ തൊഴണം. മൈജിയുടെ ഓണറെ തൊഴുക ഞാൻ. സംഭവം പറയാൻ ഞാൻ പറയണ എന്താ വെച്ചാൽ, മൈജി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ തൊഴുന്ന കാരണം എന്താ അറിയോ, അദ്ദേഹം ഷാജി എന്ന് പറഞ്ഞ അദ്ദേഹം എത്ര പരസ്യം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തിരുവാതിര കളിച്ച് ഞങ്ങൾ 18 പേര് നിന്ന് കളിക്കുക. ആരൊക്കെ? കാലുവയ്യാത്ത അമ്മമാര്, സുഖമില്ലാത്ത അമ്മമാര്, ഇവരൊക്കെ കൂടി 18 പേര് തിരുവാതിര കളിച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം അനൗൺസ് ചെയ്ത വാക്ക് എന്താ, അതാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? 10,000 രൂപ വെച്ച് സ്പോട്ടിലാണ് കൊടുത്തത് 18 പേർക്ക്. അപ്പൊ എന്താ അത് അമ്മയ്ക്ക് മേടിക്കാൻ പറ്റിയോ? ആരും കൊടുക്കും. അല്ല, അപ്പൊ ഒറ്റ ഒരു പൊതുജനം, ഇതൊരു പോളിസി വിഷയമാണ് അൻസിബ റേസ് ചെയ്തത്. അതുകൊണ്ടാണ് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും മോസ്ക് ആണെങ്കിലും വിഹാരമാണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കണം. കാര്യം കല എല്ലാ ജാതിയെയും മതത്തെയും വിശ്വാസത്തെയും വിശ്വാസം ഇല്ലായ്മ ഉൾക്കൊള്ളുന്നതാണ്. അപ്പം ഈ കലയുടെ ഒരു മഹത്വം അതാണ്, നമുക്കെല്ലാം ഒരുമിപ്പിക്കുന്നതാണ് കല, ഭിന്നിപ്പിക്കുന്നതാണ്. അല്ല, നമുക്ക് ചോദ്യം ചെയ്യാമായിരുന്നു, എങ്ങനെ ഈ അമ്പലത്തിലെ പൈസ ബ്ലാക്ക് മണി ആയിട്ട് ഇത്ര കൊടുക്കുകയാണെങ്കിൽ ഇത് ബാങ്ക് ടു ബാങ്ക്. അല്ല, അപ്പൊ അത്തരം വിഷയങ്ങൾ വന്നപ്പോഴേ അൻസിബ, ഒരു പൊതുജനം അടക്കം ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഞാനൊക്കെ ആരെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ നിന്ന് മേടിച്ച സന്തോഷത്തോടെ എന്നാ പള്ളിയിലെ മുഖ്യാ മതി എന്ന് പറഞ്ഞ് ഞാൻ പറയട്ടെ, അമ്പലത്തിൽ വന്ന് തൊഴുത് നമ്മൾ സാമ്പത്തികം ട്രാവൽ എക്സ്പെൻസ് നമുക്ക് പൈസ തരുന്നുണ്ട് അമ്പലത്തിൽ വരുന്നതിന്. എന്താ വെച്ചാൽ ജനം കൂടുന്നു, അമ്പലങ്ങളിൽ ഇതുണ്ടാവുന്നു. ഏറ്റവും കൂടുതൽ ഒന്നുമല്ല, അമ്പലങ്ങളാണ് ഏറ്റവും കൂടുതൽ കലാകാരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. സ്റ്റേജ് പ്രോഗ്രാം, രാത്രി ഉത്സവം വരുമ്പോ ഞങ്ങൾക്ക് അപ്പോഴാണ് ഇത്തിരി അരി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് ആ സമയമാണ് ഞങ്ങൾക്ക് പോയി പ്രോഗ്രാം. ഒരു അമ്പലത്തിന്റെ ആര് മുസ്ലിംസിന്റെ ആണെങ്കിലും ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും പാട്ടുകളും ഇതല്ലേ ആ സ്റ്റേജിൽ കിടന്ന് കളിക്കുന്നത്. നമ്മുടെ വിട്ടുപിരിഞ്ഞ സലീം കുമാരേട്ടൻ ഒരു 1-2 വർഷം വളരെ പ്രശസ്ത ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു നാദിർ ഷാജി ഡനിയനാണെന്ന് തോന്നുന്നു. സലീം കുമാരേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട്, നിങ്ങൾ വരണമെന്ന്. അത് ഭയങ്കര ഫേമസ് ആയ വാക്കുകളാണ്. സലീം കുമാരേട്ടൻ പറഞ്ഞു, എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ നാടിന്റെ ഐക്യം അതല്ലേ, ഇതല്ലേ. അപ്പം അൻസിബ അത്തരം വിഷയങ്ങൾ റേസ് ചെയ്യരുതായിരുന്നു. എന്താ അറിയാം, അത് സമൂഹത്തില് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ആൾക്കാരുടെ മനസ്സിനെ മുറിപ്പെടുത്തും. ലക്ഷത്തിൽ അമ്മ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ പറയുന്ന അൻസിബ എനിക്ക് എത്ര ഇഷ്ടമുള്ള കുട്ടി, ആ കുട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, മോളെ നിൽക്കണം, മോൾ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നല്ലേ സഞ്ജയ്, എല്ലാത്തിനും ഓടിയിടുന്ന് നന്നായി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ് അൻസിബ. ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷേ എനിക്കൊരു മെസ്സേജ് വന്ന എപ്പോഴാണെന്നറിയാമോ, വോയിസ് മെസ്സേജ്. ഇതെല്ലാം കഴിഞ്ഞ് പത്രത്തിലൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു എൻ്റെ വാട്സപ്പിൽ. ഞാൻ ഒരുപാട് വിഷമിക്കുന്നു, ഞാൻ ഇങ്ങനെയായി അങ്ങനെയായി. ഈ മെസ്സേജ് ഈ പത്രത്തിൽ പോകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ വീട്ടിൽ പോയി, മോളെ വിഷമിക്കരുത്, ഞങ്ങൾ കൂടി പറയുമായിരുന്നു. ടീനിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ഞങ്ങളിത് അറിയണത് പത്രത്തിൽ കൂടെയും ന്യൂസ് ചാനലിൽ കൂടെയും ഞങ്ങൾ ഈ വിവരങ്ങൾ അറിയണത്. ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സംഭവം. രാജിവെച്ച് എന്തിനാന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഞാൻ പോയി അന്വേഷിച്ചു. നേരെ പ്രസിഡന്റ് റൂമിൽ പോയിട്ടാണ് ഞാൻ അന്വേഷിച്ചത്. എന്താണ് രാജിവെക്കാൻ കാരണം? പ്രിയങ്ക, ഇതാണ് കാരണം. തൊഴിൽ സംബന്ധമായും ഞങ്ങളുടെ കുടുംബ സംബന്ധമായും കാരണം കൊണ്ട് ഞാൻ രാജിവെക്കുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതെ, ഇത് അധികം ഒന്നാമത് ഞാൻ ഒന്നും നെഗറ്റീവ് പറയാൻ, ഞാൻ ഒരിക്കലും ഞാൻ അമ്മയെ കുറിച്ച് നെഗറ്റീവ് പറയാൻ എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സലീം കുമാറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ വളരെ വലിയൊരു നടനാണ്, ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടു. അപ്പോൾ ആ മരണ വീട്ടിൽ കർമ്മം ചെയ്യാൻ പോലും മകന് പറ്റാത്ത വിധത്തിലായിരുന്നു സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായത്. അപ്പോൾ സത്യം ഞങ്ങൾക്ക് അറിയാൻ പോലും പറ്റില്ല ആർട്ടിസ്റ്റുകൾക്ക്. ഞാൻ മുഖ്യമന്ത്രി അന്ന് പറവൂർ വന്നപ്പോൾ ഞാൻ പോയിരുന്നു. സലീമേട്ടൻ്റെ വണ്ടിയിലാണ് ഞാൻ കയറിയതും
എന്നെ കുറച്ച് സ്ഥലത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നല്ല തിരക്കായിരുന്നു. ഇറങ്ങാൻ ചേട്ടനെ ഡ്രോപ്പ് ചെയ്യാൻ കൊണ്ടുപോകുന്ന വേണ്ടി വണ്ടിയിലാണ്. സലീമേട്ടൻ്റെ കാറിലാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. ഈ കഴിഞ്ഞ റീസണിൽ ഞാൻ മുഖ്യമന്ത്രി കണ്ടിറങ്ങുമ്പോൾ അപ്പം ഞാൻ സലീമേട്ടനോട് ചോദിച്ച ഒറ്റ വാക്കേ ഉള്ളൂ, സലീമേട്ട നിർത്തിയോന്ന്. മോൻ ചന്തു ഉണ്ടായിരുന്നു അകത്ത്. സലീമേട്ട ആ അപ്പം എന്നോട് ചോദിച്ച ഒരു വാക്കാണ്, എന്താണ് പ്രിയങ്ക അമ്മയിൽ നടക്കുന്നതെന്നാണ് അപ്പോഴും സലീമേട്ടൻ ചോദിച്ചത്. എന്നെ കൊണ്ട് സുരക്ഷിതമായിട്ട് തിരിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്ന് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഇരിക്കണോ അവിടെ കാറിൽ, ഞാൻ ഇരിക്കാം. സലീമേട്ടൻ പറഞ്ഞതാണ് എന്നോട്, ഞാനിവിടെ ഇരിക്കാം, നമുക്ക് ഇവിടെ വണ്ടി വന്നിട്ട് ഞാൻ പോവാം. ഞാൻ പറഞ്ഞു സലീമേട്ട വേണ്ട, ഞാൻ ഈ ഹോട്ടലിൽ ജ്യൂസ് കുടിച്ച് അവൻ ഇവിടെ വണ്ടിയായിട്ട് വന്നോളൂ. അങ്ങനെ പോയിട്ട് പിന്നെ കാണുന്നത് ഞാൻ മരിച്ചിട്ടാണ്. അവിടെ നിന്ന് കരഞ്ഞാൽ പറയുന്നത് വേറെ വാക്കുകളാണ്. എങ്ങനെ ഞങ്ങൾ അവിടെ പിടിച്ചു നിന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് എനിക്ക് തോന്നുന്നു സലീമേട്ടൻ്റെ ഭാര്യയായിട്ടും ഒരു സീൻ ഇപ്പോഴും പുലിവാൽ കല്യാണമാണ് എൻ്റെ ഒറ്റ സീൻ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എവിടെ ചെന്നാലും ചോദിക്കുന്ന ഒരു ഒറ്റ സീൻ. അത് ഞങ്ങളുടെ സങ്കടം കാണിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ നിങ്ങൾ മാധ്യമങ്ങൾ ചില സമയത്ത് ഞങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്, കറിയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. അല്ല, ഒരു കൃത്യമായി ചെയ്യേണ്ടത് അത് പ്രത്യേകിച്ച് താങ്കളടക്കമുള്ള ഓൺലൈൻ മീഡിയയ്ക്ക് മുഖ്യധാര മാധ്യമങ്ങൾക്കുള്ളതുപോലെ മുഖ്യധാര ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും പ്രസ് ക്ലബും ഓർഗനൈസേഷനും വേണം. അതായത് ഇപ്പോൾ ചില പ്രസ് ക്ലബ്ബുകളെങ്കിലും, എനിക്ക് ആ നിലപാട് തെറ്റാണെന്നാണ് അഭിപ്രായം, ചില പ്രസ് ക്ലബ്ബുകളെങ്കിലും യൂട്യൂബും ഡിജിറ്റൽ മീഡിയയ്ക്ക് അവരൊരു രണ്ടാം തരി കാണിക്കുക, അകത്തേക്ക് കയറ്റില്ല എന്നൊക്കെ പറയും. അങ്ങനെയല്ല, നിങ്ങൾ നാളെ തിരിച്ച് നിങ്ങളുടേതായ ഒരു ഡിജിറ്റൽ പ്രസ് ക്ലബ്ബ്, ഓൺലൈൻ പ്രസ് ക്ലബ്ബ് അല്ലെങ്കിൽ ഈ മീഡിയയുടെ പ്രസ് ക്ലബ്ബ് ഉണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാർഡും മറ്റും വേണം. അപ്പം ഇതിന്റെ ഭാഗമായി കുറച്ച് ട്രെയിനിങ്ങും മറ്റും ഉണ്ടാവും. അപ്പം ചില മിതത്വം ഉണ്ടാവും. അപ്പം ചന്തുവിന്റെ ആ സംഭവം തന്നെ നോക്കിയാൽ അറിയാം, പുറകിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ നിൽക്കുന്നുണ്ട്, അവരുടെ ക്യാമറകൾ, അവർക്കൊരു ഡെസിഗ്നേറ്റഡ് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ കൃത്യമായി കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. മറ്റേത് മൊബൈൽ ക്യാമറയിലുള്ളവർ എവിടെ ഇടിച്ചു കയറുകയാണ്. അപ്പോൾ ചില ചിട്ടവട്ടങ്ങളും നിയന്ത്രണവും വേണം. തിരിച്ച് ഓൺലൈൻ മീഡിയ ആവശ്യമാണ്. കാര്യം ഈ സിനിമാ താരങ്ങളും പ്രൊമോഷനും എല്ലാം ഈ ഓൺലൈൻ മീഡിയ ആണ് മുഖ്യധാരയെക്കാട് നന്നായി ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, മെൻഷൻ ഇപ്പോൾ ഈ മരണ വീട്ടിലേക്ക് എന്ന് പറയുമല്ലോ, അപ്പോൾ മീഡിയയെ വിളിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ, അതായത് ഈ ഒരു സിറ്റുവേഷൻ പോലും ചെയ്യുന്നുണ്ടായിരിക്കും, ഇല്ലെന്നല്ല. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഇതൊരു ബാലൻസിൽ പോകണം. ഇപ്പം ഞാനും ഇടവേള ബാബുച്ചേട്ടൻ കൂട്ടി ഒരു പരിപാടി നിന്നപ്പോൾ ലാലേട്ടൻ അമ്മ മരിച്ചു അറിഞ്ഞു. നമ്മളപ്പം ഭയങ്കര വിഷമിച്ചു പോകണം. ലാലേട്ടൻ ഒരുപാട് വർഷമായിട്ട് അറിയാം, എൻ്റെ അമ്മയായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിരുന്നു. എൻ്റെ ഫാദർ മരിച്ചപ്പോൾ ഒക്കെ ആദ്യം വന്ന ലാലേട്ടൻ്റെ അമ്മയൊക്കെയാണ്. അവിടെ ചെന്നപ്പം നമ്മളെങ്ങനെ വിഷമിച്ചു, ചേട്ടാ ഒരു സെൽഫി എടുക്കട്ടെ. നമുക്കത് വല്ലാത്തൊരു, ഇപ്പം തന്നെ ദിലീപേട്ടൻ സെൽഫി എടുത്തു, എന്റെ സെൽഫി അവിടെ എടുത്തു. സലീമേട്ടൻ മരിച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങുമ്പോ അത് കൊണ്ടതിന് ശേഷം അയാൾ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ, ചേച്ചിയുടെ ഒരുപാട്, ഞാൻ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞ മിങ്ങിപ്പൊട്ടി നിൽക്കുക, എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, കാരണം ഇനി ഇത് മതി. അയ്യോ അവളുടെ കള്ള അല്ല, ഞങ്ങൾക്ക് കറിയണ്ടേ, ഞങ്ങൾക്ക് വിഷമമില്ലേ, ഞങ്ങളുടെ സഹപ്രവർത്തകം പോരുമ്പോൾ പിടിച്ച് നിൽക്കുമ്പോഴാണ് പറയണത് ഒരു സെൽഫി എടുത്തോട്ടെ എന്ന്. എടുത്തില്ലെങ്കിൽ ഞാൻ ആരായി, അഹങ്കാരി. അവളുടെ ബോഡി പോയല്ലോ, പിന്നെ ഇവൾക്ക് എടുത്താലെന്താ എന്നല്ല ചോദ്യം വരുന്നുണ്ട്. നമ്മൾ എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ കാണാൻ എന്റെ മുഖം കണ്ടാൽ മനസ്സിലാകും. ഇത് തന്നെ ദിലീപേട്ടൻ സംഭവിച്ചുകൊണ്ടിരുന്നോന്നറിയില്ല. ഒരാൾ ദിലീപേട്ടൻ സൈഡിൽ നിന്ന് എടുത്തിട്ട് അയാളുടെ മുഖം ഇങ്ങനെ ആകെ സന്തോഷം പോലും ദിലീപേട്ടൻ എന്ത് പറയണോന്നറിയില്ല. അത് ഞാനിപ്പോ പറയണത് ഇനിയെങ്കിലും ഈ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവണം, ഞങ്ങൾക്കും ഹൃദയവും കാര്യങ്ങളും സങ്കടവും കണ്ണുനീരൊക്കെ ഉള്ളതാണ്. ടീനി ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞതാകാം, അപ്പം ടീനിയുടെ സ്വഭാവം അതാണ്. പക്ഷെ അത് മുഴുവൻ ചിത്രീകരിച്ച് PR വർക്ക് വീതം, അത് PR വർക്കിൻ്റെ ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലാത്ത ആരും അങ്ങനെ പറയില്ല. കാരണം ഒരു വ്യക്തി അങ്ങനെ അന്തം വിട്ട് കരഞ്ഞു പോണതാണ്. നിങ്ങൾക്കറിയില്ല ഇവരായിട്ടുള്ള ആ കോംബോയൊക്കെ, പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ, അത് ഓർത്തിട്ടാണ് ഈ വിഷമിക്കുന്നത്. ഇല്ലല്ലോ, കുറേ നാളും കൂടി ഇരിക്കേണ്ട വ്യക്തിയാണ്. ഞങ്ങൾ ഈ ലിവർ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറഞ്ഞു, ഒന്ന് ആരോഗ്യമായിട്ട് ആ തടിയൊക്കെ വന്നപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഇനി നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പോയത്. ഞാൻ പറഞ്ഞില്ലേ, കാറിൽ കയറിയത് 3-ാമത്തെ ദിവസമാണ്, ഈ ഇത്രയും ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഈ ഓൺലൈൻ മീഡിയ ഒരു ആത്മനിയന്ത്രണം, എനിക്ക് തോന്നുന്നു ശ്രീ VD സതീശൻ അത് കറക്റ്റായിട്ട് പറഞ്ഞു. കാര്യം നിയമം മൂലമൊക്കെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു ആത്മനിയന്ത്രണവും ചില കാര്യങ്ങളിൽ ഒരു മിതത്വവും ഒരു എന്താ പറയുക ഔചിത്യം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാം, സ്വന്തമായിട്ട് എടുക്കണം, സ്വന്തമായിട്ട് ഒരു ഔചിത്യം എടുക്കണം. ഇതെല്ലാം അവർ ഒപ്പിയെടുക്കണം, അവരുടെ റൈറ്റ് ആണ്. നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷേ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലൊന്ന് വേണം. ഏതോ കാലത്ത് ഏതോ ഒരു ലേഡിയുടെ ഒരു ഫോട്ടോ അടിച്ച് വന്നിട്ട് അത് എൻ്റെ ഫോട്ടോ ആയതുകൊണ്ട് ഞാൻ അതിന് കേസ് കൊടുത്ത് അത് അല്ലെന്ന് തെളിവായി. ഇതൊക്കെ ജനങ്ങൾക്ക് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അവസ്ഥയല്ലായിരുന്നു അന്ന്. ഇന്നും അത് കഴിഞ്ഞ് എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിഞ്ഞ് ഞാൻ അതിൽ നിന്ന് മോചിതയായതാണ്. ആ കേസിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഇപ്പോഴും പറയണ എന്താണ്, ഇവള് മറ്റേ ബ്ലാക്ക്മെയിൽ. സത്യസന്ധമായ ആരോട് ഞാൻ തെളിവ് കാണിച്ചു കൊടുക്കേണ്ടത്? ഞാൻ ആ 20 വർഷം അനുഭവിച്ച വേദന എന്താണ്? ഒരു 20 വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും നല്ല സമയമാണ് അല്ലേ. എന്നിട്ട് ഇപ്പോഴും കൊണ്ടുവരും. ഇവള് പണ്ടിട്ടൊരു ഫോട്ടോ, എൻ്റെ വീട്ടുകാർ കണ്ട ഫോട്ടോയാണത്. അതിനെതിരെ ഞാൻ കേസിന് പോയിട്ട് ഞാൻ കേസ് ജയിച്ചു. ശ്രീകുമാർ സാറാണ് അഡ്വക്കേറ്റ്, ക്രൈം നന്ദകുമാറാണ് അതിൻ്റെ ആള്. ക്രൈം നിർത്തി, ഫയർ നിർത്തി. ആരറിഞ്ഞു? ഞാനാണ് അതിന് കാരണക്കാരി. അഗൈൻ നമ്മൾ ഈ കേസ് വീണ്ടും കൊടുക്കുന്ന 10 നിർത്താൻ ഞാൻ ആർക്കെങ്കിലും അറിയോ? അത് ആർക്കറിയാം? ഇപ്പൊ എവിടെ ഉണ്ടാവുക വാസിക?
എന്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചതിന് ഞാൻ കേസ് കൊടുത്തു. അത് എന്റെ ഫോട്ടോ അല്ലായിരുന്നു. ഇപ്പൊ പറയുന്നുണ്ട് അത് അന്ന് മോർഫിംഗ് അല്ല, വേറെ ഏതോ ഒരു സ്ത്രീയുടെ ഫോട്ടോ. അത് എന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഇപ്പോഴും എടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇതൊന്നും കേസ് വരുമ്പോ വാർത്ത വരും, പക്ഷെ കേസ് ജയിക്കുമ്പോൾ വാർത്ത കൊടുക്കില്ല. ഞാൻ നിരപരാധി എന്ന് പറഞ്ഞാൽ എത്ര പേര് വാർത്ത കൊടുത്തു? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ ഒരു വർഷം എത്ര ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്? ഡൊമസ്റ്റിക് വയലൻസിന്റെ കേസ് ചെക്ക് ചെയ്യണം. സൂയിസൈഡിന്റെ റേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. ഞാനിപ്പോ നോക്കിയിരുന്നു, അതിൽ 4000 കേസുകളോളം ഒരു വർഷം രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നാണ് കണ്ടത്. അപ്പോൾ ഈ 4000 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ 3 ലക്ഷം ഇൻസിഡൻസ് നടക്കുന്നുണ്ടെന്ന് കണ്ടു. എനിക്ക് പൂർണ്ണമായും ശരിയാണോന്ന് അറിയില്ല, പക്ഷേ എത്രത്തോളം വരുന്നുണ്ട്. അതായത് ഒരു കേസ് ഒരാൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് തത്തുല്യമായി 75ഓളം ഇൻസിഡൻസ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത്രയും ഇൻസിഡൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ല, ഈ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് സ്ഥിരമുള്ള ഒരു ഫെമിനിസ്റ്റ് ആർഗ്യുമെന്റ് ഉണ്ട്. പക്ഷെ പ്രശ്നമേ, ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ എങ്ങനെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അറിയും? അതായത് 5 സ്ത്രീകൾ, ചിലപ്പോൾ ശരിയാണ്, പല സ്ത്രീകളും അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറില്ല. ഈ 5 സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ദുരന്തപരമായ ഒരു അനുഭവം നടന്നിട്ട് റിപ്പോർട്ട് ചെയ്തില്ലാന്നിരിക്കട്ടെ, അത് സത്യമാണ്. പക്ഷെ എങ്ങനെ അറിയും? അപ്പം പലപ്പോഴും ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അതിശയോക്തിവൽക്കരിക്കാനാണ്. ഞാൻ തിരിച്ചു ചോദിക്കാം, ഡൊമസ്റ്റിക് വയലൻസിന്റെ കണക്ക് എടുത്തില്ല, വേണമെങ്കിൽ ഞാൻ ChatGPT നോക്കി പറയാം. എത്ര കേസ് ഇതിൽ കൺവിക്ഷൻ ആകാറുണ്ട്? എത്ര കേസുകൾ ഇതിൽ ശിക്ഷിക്കപ്പെടാറുണ്ട്? 10% താഴെ മാത്രമാ. എന്തുകൊണ്ടാ? കാര്യം പലതും ആരോപണം മാത്രമാ. അത് ഒരു കാര്യം എനിക്ക് രാഹുലിനോട് ഒന്ന് ചോദിക്കാനുണ്ട്. അത് ഞാൻ രാഹുലിനെ എപ്പോഴും ഇങ്ങനെ കാണാറില്ല. ഇപ്പോഴാണ് എനിക്ക് രാഹുലിൽ നിന്ന് അടുത്ത് കിട്ടിയത്. എൻ്റെ ഏറ്റവും മനസ്സിന് വിഷമം തട്ടിയ ഏറ്റവും വലിയൊരു സംഭവം, ഒരാൾ പോലും അത് കൂടുതൽ ഇതുപോലെ ഇന്റർവ്യൂവിനോ ചോദിക്കാനൊന്നും വന്നില്ല ഞാൻ ആ സെക്കൻഡിൽ ഞാൻ അത് നല്ലപോലെ പൊളിച്ചടക്കിയ വിടുകയുള്ളായിരുന്നു. പക്ഷെ എൻ്റെ ഒരു സംശയം രാഹുൽ തീർത്തു തരണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ കൊന്നൊരു കാര്യം ഉണ്ടായി. ഒരു കാമുകന് വേണ്ടി അമ്മയും കാമുകനും കൂടെ കൊന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്തെങ്കിലും അവരുടെ കയ്യെ ഒടിച്ച് കളയാൻ ഞങ്ങൾ കാണണം. ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്. ആ കൊച്ചിന്റെ 2 കൈയും ഇങ്ങനെ കെട്ടിയിട്ട് അതിന് 51 തവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ മനസ്സിന്റെ ഒരു വികാരം എന്താണ്? ആ സ്ത്രീയെ ജീവനോടെ വെക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ പറയുന്നത്, അവരുടെ കൈ ഒട്ടിക്കണമെങ്കിലും കണ്ടാലേ എന്നെ പോലുള്ള അമ്മമാര്, മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് അതൊരു തൃപ്തിയാവുള്ളൂ. വേറൊരു സ്ഥലത്ത് ഒരു പുരുഷൻ ഒരു കുഞ്ഞിനെ താഴെ അടിച്ചു കൊല്ലുന്ന കണ്ട ആൾക്കാരാണ് നമ്മളൊക്കെ. ഈ പുരുഷൻ അവിടെ എന്താ ഉണ്ടായത്? പുരുഷനെ കൊന്നു കളഞ്ഞു. അവനിപ്പോ ജീവിച്ചിരിപ്പില്ല. ഞാൻ പറഞ്ഞ അതുപോലുള്ള ഒരു നിയമം ഇവിടെ വരുത്താൻ പറ്റുമോ? കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരെ, കാരണം അത്രയും ദുഷ്ട മനസ്സിനെ ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുക. നമ്മൾ ഒരു പ്രായ ഒരാൾ വീണാണ് നമ്മൾ ചിരിക്കും, ചിരിക്കും. ഒരു കുഞ്ഞു അയ്യോ എന്നാ പറയുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അത്രയും പോന്നൊരു കുഞ്ഞിനെ ഇതുപോലെ 51 പ്രാവശ്യം കൊല്ലം. ഞാൻ അന്നത്തെ ദിവസം ഒന്ന് സത്യം, ഞാൻ ഒരു അമ്മയെന്ന് പറയും, എങ്ങനെ ഇത് സഹിക്കും? ഇതിന് ഒരു പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ട്. ഇവരിപ്പോ ജാമ്യത്തിൽ ഇറങ്ങും. കിണറ്റിലിറങ്ങിയ സ്ത്രീ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് കിണറ്റിൽ ആ 3-4 മാസമുള്ള സ്ത്രീ എറിഞ്ഞാണ് ആ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നിരിക്കുന്നത്. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ നിയമം വിടും? ഞാൻ ഇതിനെ കുറിച്ച് ഒരു പോസ്റ്റ് എഴുതാൻ വന്നിട്ട് പകുതി വഴി എത്തി നിർത്തി. പറ്റുന്നില്ല. കൺസീവ് ചെയ്യുമ്പോഴേ അതിൽ ശ്രദ്ധിക്കേണ്ട പ്രിയങ്കാജി ഒരു കാര്യം, പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് അഫെയർ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് വേണ്ടി ഇത് പലപ്പോഴും അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിർബന്ധമായും കല്യാണത്തിന് മുമ്പ് ഈ ക്രിസ്ത്യൻ സഭകളൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു വിവാഹപൂർവ്വ വിദ്യാഭ്യാസം, ഒരു അവയർനെസ് കൊടുത്തേ തുടങ്ങാവൂ. ഇനി നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നുണ്ടോ, നിങ്ങൾ കല്യാണം കഴിക്കണ്ട, പക്ഷേ കഴിച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കാര്യങ്ങൾ. ഇതിന് ഇനി സ്ത്രീപക്ഷമുണ്ട്. ടുഷ ശർമ്മ എന്നൊക്കെ പറയുന്ന ആ പെൺകുട്ടിയുടെ മരണത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, ഡിവോഴ്സ്ഡ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ ഡിസീസ്ഡ് ഡോട്ടർ. അതായത് മരിച്ച മകളെക്കാൾ മരിച്ച മകളല്ല, ഡിവോഴ്സ് ചെയ്ത മകളാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഗിരീഷ്മയൊക്കെ സ്പോട്ടി കൊല്ലണം ഞാൻ പറഞ്ഞിട്ടില്ലേ? കാരണം എന്തുകൊണ്ടാ സംഭവങ്ങൾ ഇങ്ങനെയാ. ഇനി ഇതിനകത്ത് കൊല്ലണം എന്നല്ല, ഞാൻ ഇപ്പോഴും ജനങ്ങളിൽ ഇതുപോലെ ഉണ്ടാവും. ഇപ്പൊ ഇവർ കേട്ടോണ്ടിരിക്കുന്നതാവും. ചില കാമുകന് സ്നേഹം ആർക്കും എപ്പോ വേണി തോന്നാം, ബന്ധങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഒറ്റ കാര്യം, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്ക്, അല്ലെങ്കിൽ റോട്ടിൽ ഇട്ടിട്ട് പോ, ആരെങ്കിലും കൊണ്ടുപോയി വളർത്തിക്കോളും. ഇതുപോലെ ചെയ്തിട്ട് ഇപ്പൊ ഇവരുടെ അവസ്ഥ എന്താ? സ്നേഹം പ്രേമൊക്കെ പോയില്ലേ? എന്തോരം കിട്ടിക്കാണും. പ്രകാശി പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ, അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിയമത്തിന്റെ മാർഗത്തിൽ ചില കാര്യങ്ങൾ മുമ്പോട്ടെടുക്കുകയും, ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിയെ വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ പേര് വിഷമിച്ചിരിക്കും. പക്ഷെ ഒരു കുഞ്ഞെന്ന് പറയുന്ന, അതായത് പ്രത്യേകിച്ച് 7 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ നിയമത്തിന്റെ കണ്ണിൽ പോലും നിഷ്കളങ്കരാണ്. 7 വയസ്സിന് താഴെയുള്ള കുട്ടിയെ ഒന്നിനും ശിക്ഷിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം പവിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ രീതിയിലുള്ള കുട്ടികളെ ദ്രോഹിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നം ഉണ്ടാകാം, ഹസ്ബൻഡിനും വൈഫിനും പ്രശ്നം ഉണ്ടാകാം,
നിങ്ങൾ നിയമത്തിന്റെ പാതയിൽ പോകണം. ഈ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഇതേപോലെ കുഞ്ഞിനെ എങ്ങനെ അതാ ചോദിച്ചത്. അമ്മയ്ക്ക് എങ്ങനെ പ്രത്യേകിച്ച് ഞാനൊരു അമ്മയായതുകൊണ്ടാണ് പറയുന്നത്, ഇത്രയും നൊന്ത് പ്രസവിച്ചാണ് എന്റെ മോൻ. നിങ്ങൾ ചോദിച്ചില്ല എന്ന് ആ കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ അയ്യോ എന്റെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന നമുക്കൊന്നും അത് ഉറക്കം വരുന്നില്ല. 51 ആ കുഞ്ഞിന്റെ മേത്ത് എങ്ങനെ 51 മാർക്ക് അവൻ ചെയ്തു, ഈ സ്ത്രീ എങ്ങനെ കണ്ടോണ്ട് നിന്ന്. കൈ ഇങ്ങനെ കെട്ടിയ ആ രംഗം ഉണ്ടല്ലോ, 2 വശവും കെട്ടിയ കൊച്ചു നിൽക്കുന്ന ഇവള് ചിരിക്കുക നിന്നിട്ട്. ഞാൻ അങ്ങനെ അടിഞ്ഞിട്ടല്ലോ കറകുട്ടി ജയിലിൽ പോണ്ടി വന്നാലും ഞാൻ അവളെ കൊന്നിട്ടാണെങ്കിൽ ഞാൻ ജയിലിൽ പോകും. ആ വാർത്ത ചെയ്യാൻ പോലും പറ്റാത്ത വേദനയാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇവരോട് താല്പര്യമില്ലെങ്കിൽ ലീഗലി സെപ്പറേറ്റ് ആകുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് നിങ്ങൾ പോയി ജീവിക്കുക. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് വല്ല തൊട്ടില്ലോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ മുമ്പിൽ കൊണ്ട് കിടത്താൽ ആരെങ്കിലും എടുത്തോണ്ട് പോയി അവര് ജീവിച്ചോട്ടെ, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്. ഓക്കെ, വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. രണ്ടുപേർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.